ന്യൂയോർക്കിൻ്റെ മോഡലിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഹോട്ടലാണ് ഇവിടെ കാണുന്നത്. സ്റ്റാച്യു ഓഫ് ലിബർട്ടി, അതുപോലെ തന്നെ അവിടെയുള്ള ബിൽഡിങ്ങുകൾ എല്ലാം അതേപടി ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഹോട്ടലിൻ്റെ ഒരു ലക്ഷറി നോക്കാം. നമ്മളിവിടെയാണ് താമസിക്കാൻ പോകുന്നത്. ഇതിനുള്ളിൽ നമുക്ക് മുന്നോട്ട് നോക്കാം. ഇതിനകത്ത് കാസിനോ ഉണ്ട്. ഇവിടെ കാസിനോ ഇല്ലാത്തൊരൊറ്റ ഹോട്ടൽ പോലും ഉണ്ടാവില്ല. ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു ഡിസ്നി ലാൻഡിൻ്റെ തീമോട് കൂടിയ ഈ ഹോട്ടലിലാണ് ഇത് നമ്മുടെ താമസം. ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, കാസിനോ കാണാം. മുൻപ് ഒരുപാട് തവണ പല കാസിനോകളും ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. സിംഗപ്പൂർ, മലേഷ്യ, മക്കാവു എന്നീ സ്ഥലങ്ങളിലൊക്കെ. ഇവിടെ ഇതൊരു ഹോട്ടലാണെന്ന് പോലും നമുക്ക് തോന്നില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഒരുപാട് കാസിനോസ് ഇവിടെയുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് ഗെയിം കളിക്കാനുള്ള സംവിധാനമാണ്. കാശുണ്ടെങ്കിൽ കാശ് എടുത്ത് എറിഞ്ഞ് കളിക്കാം. അതാണ് ഇവിടുത്തെ പ്രത്യേകത. അപ്പോൾ അതിൽ ആദ്യം വേണ്ടത് നമ്മളൊരു കാശ് കൊടുത്തിട്ട് നമ്മളിതിൻ്റെ കുറച്ച് കോയിൻസ് വാങ്ങും. ആ കോയിൻസ് വെച്ചിട്ടാണ് നമ്മൾ ഗെയിം കളിക്കുക. അതിനുശേഷം കോയിൻസ് നമുക്ക് കൂടുതൽ കിട്ടേണ്ട ആ കോയിൻസ് നമ്മൾ ക്യാഷ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് വഴി തെറ്റിപ്പോകും എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഏരിയ ഉണ്ട് ഈ എല്ലാ ഹോട്ടലിനകത്തും. ഇവിടെയുള്ള എല്ലാ ഹോട്ടലിനകത്തും ഒരുപാട് ഏരിയാസ് ഉണ്ട്. ഈ ഏരിയയിലൊക്കെ വഴി തെറ്റാതെ പുറത്തിറങ്ങുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ട്രിക്കാണ്. അപ്പോൾ അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുള്ളത്. ഹൈ ലക്ഷറിയാണ് ഒരു ഹോട്ടൽ. ഇവിടെ ഒരു സ്റ്റാർബക്സ് കോഫി ഷോപ്പുണ്ട്. ലക്ഷൂറിയസിൻ്റെ അവസാന വാക്ക് എന്ന് തന്നെ നമുക്കിതൊക്കെ പറയാം. ഇത് ശരിക്കും ഡിസ്നി ലാൻഡിൻ്റെ അല്ലെങ്കിൽ ഡിസ്നിയുടെ ഒരു തീമിലാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. എക്സ്കാലിബർ എന്നാണ് ഈ ഹോട്ടലിൻ്റെ പേര്. നമുക്ക് നോക്കിയാൽ കാണാം, ഇതിൻ്റെ ഡിസ്നിയുടെ ഒരു തീമിലാണ് ഈ കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത്. ഇൻറ്റീരിയർ ആയാലും എക്സ്റ്റീരിയർ ആയാലും ഒക്കെ ഇവിടുത്തെ ഫേമസ് ഹോട്ടലാണ്. വൺ ഓഫ് ദ ഫേമസ് എന്ന് പറയാം. കാരണം ഇവിടുത്തെ എല്ലാ ഹോട്ടലുകളും ഫേമസ് ആണ്. ഫോൺ ചാർജിങ് സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ ലിക്വേഴ്സ് ആൻഡ് സ്നാക്സ് ഒക്കെ സെയിലിനായിട്ട് വെച്ചിട്ടുണ്ട്. ബൈ എനി 2 cans ഓഫ് ബിയർ ആൻഡ് ഗെറ്റ് ഫ്രീ ഷോട്ട്. ഓഹോ, ഒരുപാട്. അതായത് 2 ക്യാൻസ് ബിയർ വാങ്ങിക്കഴിഞ്ഞാൽ ഒരു ഷോട്ട് ടക്കില ഫ്രീ. ചാനലിന് വളരെ രസമായിട്ടുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനിൽ നമ്മൾ റൂം ചെക്ക് ഇൻ ചെയ്യാൻ പോവുകയാണ്. ഈ കാസിനോകളുടെ ഒക്കെ ഇടയിൽ കൂടിയാണ് നമ്മൾ ചെക്ക് ഇൻ ചെയ്യാൻ പോകുന്നത്. ഇത് ഭയങ്കര ഒരു വ്യവസായമാണ് ഇവിടെ. ഇവിടുത്തെ ഏറ്റവും വലിയ വരുമാനം എന്ന് പറയുന്നത് കാസിനോയിലെ വരുമാനം മാത്രമാണ്. ഈ സിറ്റി തന്നെ നിലനിൽക്കുന്നത് കാസിനോയിലെ ഇൻകം കൊണ്ടാണ്. പലതരത്തിലുള്ള കളിയുണ്ട്. ഇതൊക്കെ എങ്ങനെ കളിക്കാമെന്ന് പോലും നമുക്കറിയില്ല. ഒക്കെ പഠിച്ചെടുക്കേണ്ടതുണ്ട്. എല്ലാവിധ കളികളുമുണ്ട്. ഒരുവിധ ഇംഗ്ലീഷ് മൂവികളിലൊക്കെ കണ്ടിട്ടുള്ള കാസിനോസൊക്കെ ഇവിടെ തന്നെയാണ്. ഇതൊരു അഡിക്ഷനാണ് ശരിക്കും പറഞ്ഞാൽ. ഇതിൽ കളിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരിക്കലും നിർത്താനും പറ്റില്ല. കയ്യിലുള്ള കാശ് മുഴുവൻ പോകുമ്പോഴേ അറിയുള്ളൂ. അതാണ് ഗാംബ്ലിങ്. ഇവിടെ നിയമപരമായിട്ട് ഗാംബ്ലിങ് അനുവദിച്ച സ്ഥലമാണ്. എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഒരു മെഷീൻ ഇട്ട് വെച്ചിട്ട് ആ മെഷീനിൽ കളി നടക്കുകയാണ്. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ക്യാഷിൻ്റെ കൗണ്ടർ. പടയാളികളുടെയൊക്കെ രൂപമുണ്ട്.
അങ്ങനെ അതിവിശാലമായിട്ടുള്ള വലിയൊരു ഹോട്ടൽ തന്നെയാണ്. അങ്ങനെ ആ വലിയ ഒരു വൃത്തിയുള്ള ഹോട്ടലിൻ്റെ ഉൾവശത്തേക്ക് നമ്മളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. വലിയ വലിയ ഇടനാഴികളാണ് ഈ ഒരു ഹോട്ടലിനുള്ളിലൊക്കെ ഉള്ളത്. ചുവരിലൊക്കെ വളരെ മനോഹരമായിട്ടുള്ള വാൾപേപ്പറുകളൊക്കെ പതിച്ചിട്ടുണ്ട്. ഏറ്റവും ലക്ഷറിയുടെ അവസാന വാക്ക് എന്ന് പറയുന്ന രീതിയിലുള്ള ഹോട്ടലുകളാണ് ഇവിടെയുള്ള എല്ലാം. ഇവിടെ സ്റ്റേ ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ രസമാണ്. അങ്ങനെ നമ്മളതിൻ്റെ റൂമിലേക്ക് കയറി. നല്ല ഭംഗിയുള്ള വൃത്തിയുള്ള നല്ല അടുക്കും ചിട്ടയും ഒക്കെയുള്ള റൂം തന്നെയാണ്. ഇവിടെ താമസിക്കുന്ന ആളുകൾ ഭൂരിഭാഗവും ഇവിടെ കാസിനോയിൽ ഗെയിം കളിക്കാനായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഈ ഹോട്ടലിൽ ഒരുക്കിയിട്ടുണ്ട്. അതിന് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഹോട്ടലിൻ്റെ മറ്റൊരു ഭാഗങ്ങളൊക്കെ ഇവിടെ കാണാം. MGM എന്നുള്ളൊരു ഗ്രൂപ്പിൻ്റെ ഒരു ഹോട്ടൽ തന്നെയാണ് ഈ എക്സ്കാലിബർ എന്ന് പറഞ്ഞൊരു ഹോട്ടൽ. അങ്ങനെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ രാത്രി ഭക്ഷണമൊക്കെ കഴിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ബസ്സിൽ നമ്മൾ നൈറ്റിൽ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി. MGM ഗ്രൂപ്പിൻ്റെ ഒരുപാട് ഹോട്ടലുകൾ നമുക്ക് പുറത്ത് കാണാൻ പറ്റുന്നുണ്ട്. ഒരു സ്വപ്ന ലോകത്തിലെത്തിപ്പെട്ടൊരവസ്ഥയാണ് ഈ ഒരു സ്ഥലത്ത് നമ്മൾ എത്തിയപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്ന് പറയാതിരിക്കാൻ വയ്യ. അങ്ങനെ ബസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ രാത്രിയിലെ കാഴ്ചകൾ അതിമനോഹരമാണ്. ഈ ഒരു സ്ഥലത്ത് ഒരിക്കലും നമ്മൾ പകൽ വന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് പറയാനുള്ളത്. കാരണം ഇവിടെ നൈറ്റ് ലൈഫാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാസ് വെഗാസ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം അതിമനോഹരമായിട്ടുള്ളൊരു നൈറ്റ് ലൈഫ് ഏരിയ മാത്രമാണ്. സ്പാനിഷ് വേർഡ് എന്നാണ് ഈ ഒരു ലാസ് വെഗാസ് എന്നുള്ള പേര് വന്നിരിക്കുന്നത്. മെഡോസ് എന്നാണ് ഈ ഒരു വാക്കിൻ്റെ സ്പാനിഷ് അർത്ഥം വരുന്നത്. അപ്പോൾ അത്രയും ഭംഗിയുള്ള ഈ മെഡോസിലൂടെ, മരുഭൂമിയുടെ നടുക്കിലുള്ള ഈ മെഡോസിലൂടെ നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഭക്ഷണത്തിന് ശേഷം ഈ ഒരു സ്ഥലം പൂർണ്ണമായും ചുറ്റിക്കാണണം എന്നുള്ളത് തന്നെയാണ് ആഗ്രഹം. 6.8 കിലോമീറ്റർ നീളമുള്ള സ്ട്രിപ്പിന് ഇരുവശവുമായിട്ടാണ് ഈ ഒരു നഗരം ചുറ്റപ്പെട്ട് കിടക്കുന്നത്. അപ്പോൾ സ്ട്രിപ്പ് ഒന്ന് കൃത്യമായിട്ട് കാണണം എന്നുള്ളതാണ് ഉദ്ദേശം. അങ്ങനെ ഇപ്പോൾ ഉള്ളത് നമ്മൾ ലാസ് വെഗാസിൻ്റെ തെരുവുകളിൽ നൈറ്റ് ഡ്രൈവിന് വേണ്ടി ഇറങ്ങിയാണ്. ലാസ് വെഗാസ് എന്ന സിറ്റി ഏറ്റവും സുന്ദരിയായിരിക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും മനോഹരമായിരിക്കുക രാത്രിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാസ് വെഗാസ് സിറ്റി രാത്രിയിൽ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. അവളുള്ളതൊരു ഇന്ത്യൻ പാലസ് റെസ്റ്റോറൻറ്റിൻ്റെ മുന്നിലാണ്. നമ്മൾ ഡിന്നർ കഴിച്ചുകൊണ്ട് നമ്മൾ സ്ട്രിപ്പിലൂടെയുള്ള യാത്ര തുടങ്ങുക എന്നുള്ളതാണ് നമ്മുടെ പ്ലാന്. സ്ട്രിപ്പിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ 6.8 കിലോമീറ്റർ ആണ്. ആ ലെങ്ത്ത് ഒന്ന് കവർ ചെയ്തിട്ട് ചുറ്റിലുമുള്ള എല്ലാ കാസിനോസും ഹോട്ടൽസും ഒക്കെ ഒന്ന് കാണണം എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ലെമോസിൻ ടൂർ നടത്തുന്ന ലെമോസിൻസ് ആണ്. ഇവിടെ ലെമോസിൻ വിത്ത് ഷാമ്പയിനുള്ള ടൂറുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഹോട്ടലിലൊന്ന് നോക്കുക, രാത്രി ലൈറ്റിങ്ങിൽ എന്ത് ഭംഗിയായിരിക്കുന്നു എന്നുള്ളത്. ഇവിടുത്തെ പ്രത്യേകത ഈജിപ്ഷ്യൻ മോഡലിൽ തയ്യാറാക്കിയിരിക്കുന്ന ഹോട്ടലാണ്. ഇതിലൊരു പിരമിഡിൻ്റെ ആകൃതിയിലൊക്കെയാണ് ഈ ഹോട്ടലിൻ്റെ ഭാഗങ്ങളൊക്കെ ഉള്ളത്. വളരെ ഭംഗിയായിട്ടുണ്ട് ഹോട്ടലൊക്കെ. നമ്മളൊരു ഈജിപ്തിലെത്തിയ ഒരു ഫീലാണ് നമുക്കിതിൽ കിട്ടുന്നത്. ഇവിടുത്തെ എല്ലാ ഹോട്ടൽസും ഇതുപോലെ ഓരോ തീമിലാണ്, ഓരോ രാജ്യങ്ങളുടെയും ഓരോരോ സ്പെഷ്യലായിട്ടുള്ള ഐക്കണുകളുടെ തീമിലൊക്കെയാണ് ഹോട്ടൽസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈജിപ്ഷ്യൻ ഹോട്ടലിൻ്റെ എൻട്രി ഒക്കെയാണ്. ഇതാണ് നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഹോട്ടൽ. ആ ഹോട്ടലിൻ്റെ റൂംസൊക്കെയാണ്. ഇതിൽ 11ാമത്തെ നിലയിലാണ് ഇപ്പോൾ നമ്മൾ താമസിക്കുന്നത്. നല്ല വലിയ ഹോട്ടൽ തന്നെയാണ്. ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ട്രാം പോകുന്നത് കാണാൻ മുന്നിൽ. അടിപൊളിയാണ് ഒരു ട്രാം. നല്ല രസമുണ്ട് ട്രാം കാണാൻ. ഇതുപോലെയുള്ള കുറേ അഡ്വർടൈസ്മെൻറ്റ് ബോർഡുകളുമായിട്ടുള്ള ലോറികൾ ഇങ്ങനെ പോവും. നമുക്കതിൽ കോണ്ടാക്ട് ചെയ്യാം ടിക്കറ്റിന് വേണ്ടിയിട്ട്. ഓരോരോ ഷോ ആണിത്. ലാസ് വെഗാസ് എന്ന മായിക ലോകത്തേക്കാണ് നമ്മളിനി കയറുന്നത്. എക്സ്കാലിബർ എന്നാണ് നമ്മുടെ ഹോട്ടലിൻ്റെ പേര്. ഇത് വലിയൊരു ഹോട്ടൽ തന്നെയാണ് ഈ ഭാഗത്തെ. ഇവിടുത്തെ ടാക്സികളുടെയൊക്കെ മുകളിൽ അഡ്വർടൈസ്മെൻ്റ് ആണ്.
ഇവിടെ സിറ്റി ബസ്സിൻ്റെയാണ് ടിക്കറ്റ് എടുക്കാനുള്ള ഓപ്ഷനാണ്. ഇവിടുത്തെ പോലീസ് വെഹിക്കിള് ന്യൂയോർക്കിൻ്റെ മോഡലിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഹോട്ടലാണ് ഇവിടെ കാണുന്നത്. സ്റ്റാച്യു ഓഫ് ലിബർട്ടി, അതുപോലെ തന്നെ അവിടെയുള്ള ബിൽഡിങ്ങുകൾ എല്ലാം അതേപടി ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. MGM ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഹോട്ടലുകൾ. മറ്റൊരു ഹോട്ടലാണ് ബൂക്ക. നമുക്ക് റോഡ് ക്രോസ് ചെയ്യാനുള്ള, നമുക്ക് ഡയറക്റ്റ് റോഡ് ഇവിടുന്ന് ക്രോസ് ചെയ്യാൻ പറ്റില്ല. റോഡ് ക്രോസ് ചെയ്യാനുള്ള സംവിധാനമാണിത്. അത്രയ്ക്കും സൗകര്യങ്ങൾ ഇവിടെയുണ്ട്. ഹൈടെക് സൗകര്യങ്ങൾ തന്നെയാണ്. റോഡ് അത്രയും ബിസി റോഡായതിനാൽ തന്നെ നമുക്ക് ഇതിൽ കയറിയിട്ട് വേണം അപ്പുറത്തേക്ക് കയറാൻ. സ്റ്റാച്യു ഓഫ് ലിബർട്ടി അടിപൊളിയായിട്ടുണ്ട് കാണാൻ. ഇവിടെ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കൊക്കെ ഉണ്ട്. ഈ റോളർ കോസ്റ്ററിൻ്റെ വലിയൊരു റോളർ കോസ്റ്റർ ഉണ്ട് ഇവിടെ. അമ്യൂസ്മെൻറ്റ് പാർക്കായിട്ട് ബന്ധപ്പെട്ടാന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ സ്ട്രീറ്റ് കാണാം. ന്യൂയോർക്ക് തീമിലുള്ള ഹോട്ടലാണ്. റോഡിൻ്റെ അപ്പുറത്തെ സൈഡിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ഹോട്ടലിലൊക്കെ നമുക്ക് എപ്പം വേണമെങ്കിലും കയറാം. അതിലൊക്കെ ഗാംബ്ലിംഗ് തന്നെയാണ് നടക്കുന്നത്, കസിനോകൾ തന്നെയാണ്. എപ്പം വേണമെങ്കിലും നമുക്ക് കയറാം. അപ്പോൾ നാളെ രാത്രി സന്ദർശിക്കാമെന്ന് വിചാരിച്ചു. സ്റ്റാച്യു ഓഫ് ലിബർട്ടിൻ്റെ വലിപ്പം ചെറുതൊന്നുമല്ല, നല്ല വലിപ്പമുണ്ട്. ഇത് ആക്ച്വലായിട്ടുള്ള സ്റ്റാച്യു ഓഫ് ലിബർട്ടിൻ്റെ ഏകദേശം 1/3 സൈസാണ് ഇതെന്നാണ് തോന്നുന്നത്. ഈ ഒരു റോഡിനാണ് സ്ട്രിപ്പ് എന്ന് പറയുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ച 6.8 കിലോമീറ്റർ ലെങ്ത് ഉള്ള സ്ട്രിപ്പ് എന്ന റോഡിന് ഇരുവശവുമായിട്ടാണ് ഈ ഒരു സിറ്റി കിടക്കുന്നത്. അപ്പോൾ ഈ സ്ട്രിപ്പ് റോഡാണ് നമ്മളിപ്പോൾ കാണുന്നത്. അത്യാഡംബരത്തിൻ്റെ ഒരു ലോകം തന്നെയാണ് ഇവിടെ. എവിടെ നോക്കിക്കഴിഞ്ഞാലും ലക്ഷൂറിയസ് ആയിട്ടുള്ള കെട്ടിടങ്ങളും ലക്ഷൂറിയസ് ആയിട്ടുള്ള നഗരവീഥികളും ഒക്കെ തന്നെയാണ്. പൂർണ്ണമായി വെളിച്ചത്തിൽ ഇങ്ങനെ കുളിച്ച് നിൽക്കുന്നൊരു നഗരം തന്നെയാണിത്. ലോകത്തിൻ്റെ ഉന്മാദ നഗരം, അതിൻ്റെ തലസ്ഥാനം അത്. വേൾഡ്സ് മാരേജ് ക്യാപിറ്റൽ എന്നൊരു പേര് കൂടി ഉണ്ട് ഈ സ്ഥലത്തിന്. കാരണം ഇവിടെ വിവാഹം കഴിക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. ഒരു മണിക്കൂർ 2 മണിക്കൂർ സമയം കൊണ്ട് തന്നെ ഇവിടെ ഒരു വിവാഹം രജിസ്റ്റർ ആയിട്ട് ചെയ്യാവുന്നതാണ്. അതാണ് മാരേജ് ക്യാപിറ്റൽ ഓഫ് ദി വേൾഡ് ആണിത്. നമുക്ക് ബ്രിഡ്ജിൻ്റെ ഒരു മോഡലൊക്കെ കാണാം. ന്യൂയോർക്ക് ബ്രിഡ്ജിൻ്റെ ബ്രൂക്ലിൻ